വെൽക്കം ബാക്ക് ടു UK ഡ്രീമർ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ട്രാവൽ ചെയ്യണം എങ്ങനെയാണെന്നും ഈ ടാപ്പിങ്ങും പരിപാടികളൊക്കെ എങ്ങനെയാണെന്നുള്ളതും പിന്നെ ഈ വോയിസ്റ്റർ കാർഡും കുറേ ടൈപ്പ് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ബാങ്ക് കാർഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടാവും, വോയിസ്റ്റർ കാർഡ് വെച്ച് ടാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, പിന്നെ റെയിൽ കാർഡും പിന്നെ ഈ വോയിസ്റ്റർ കാർഡിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വീക്കിലേക്ക് ട്രാവൽ ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കാർഡും ട്രാവലിങ്ങും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്കും വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ് ആകെ കൺഫ്യൂഷനായിരുന്നു, എന്താണ് ഈ ടാപ്പിങ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ആദ്യം തന്നെ ഞാൻ പറയും, ഇവിടെ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാപ്പിംഗ് ആണ്. കാർഡ് ടാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, അതേപോലെയുള്ള മെഷീൻസൊക്കെ നമ്മുടെ ട്രെയിനിൽ കയറുമ്പോഴായാലും അല്ലെങ്കിൽ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും കാണാം. അപ്പോൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് കാർഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വോയിസ്റ്റർ കാർഡ്, ആ വോയിസ്റ്റർ കാർഡിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് ഈ ട്രാവൽ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറയാം. അപ്പോൾ ആ ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് ഇതിൽ പോയി ടാപ്പ് ചെയ്തിട്ട് അകത്തേക്ക് കയറുക. അപ്പോൾ അങ്ങനെയാണ് ബസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ഹവറിൽ എവിടെയൊക്കെ ട്രാവൽ ചെയ്താലും ബസ്സിൽ മാത്രമാണ് ഇപ്പോൾ 1 ഹവറിൽ ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 1.75 റുപ്പീസാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ആ ഒരു 1.75 റുപ്പീസ് ഉണ്ടെങ്കിൽ 1 ഹവറിൽ നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യാം ബസ്സിൽ. അതായത് ഇപ്പോൾ ഒരു ലൊക്കേഷനിലേക്ക് പോകാൻ 1 ഹവർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു 1.75 നമുക്ക് പോവാം. ഇപ്പോൾ ഒരു 1 ഹവറിന് മേലെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു 1 ഹവർ കഴിഞ്ഞിട്ട് അടുത്തൊരു ബസ്സിൽ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു 1.75 നമ്മളിപ്പോൾ 1 ഹവറിനുള്ളിൽ ടാപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ പോവില്ല. പക്ഷേ ആ ഒരു 1 ഹവർ കഴിഞ്ഞിട്ട്, ആദ്യത്തെ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് 1 ഹവർ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ടാപ്പിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വീണ്ടും ഒരു 1.75 പോകും. പിന്നെ ഇവിടുത്തെ മിനിമം ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.75 ആണ്. ഇവിടെ ഇന്നർ ലണ്ടനിൽ ഔട്ടറിലേക്ക് പോകുമ്പോൾ 2 പൗണ്ട്സാണ് മിനിമം ബസ്സിനൊക്കെ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ട്രെയിനിലെ ചാർജും കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലൈൻ അനുസരിച്ചിരിക്കും. അതായത് ഇവിടെ നാഷണൽ റെയിൽ, പിന്നെ എലിസബത്ത് ലൈൻ, ജൂബിലി ലൈൻ, അങ്ങനെ കുറേ ലൈൻസ് ഉണ്ട്, ഓവർഗ്രൗണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൺട്രി ടു കൺട്രി ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അതൊക്കെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം അതിൽ ഓരോന്നിനും ഓരോ ചാർജ് ചെയ്യണ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിനൊക്കെ ഡിഫറെൻറ്റ് ചാർജാണ്. നാഷണൽ റെയിലൊക്കെയാണ് ഭയങ്കര റേറ്റ് ഈടാക്കുന്നത്. ഓവർ ഗ്രൗണ്ടിലൊക്കെ ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണ്. അതൊക്കെ നമ്മുടെ റൂട്ട് എങ്ങോട്ടാണോ അതനുസരിച്ചിട്ടിരിക്കും. ഇതേപോലെ തന്നെ ടാപ്പ് ചെയ്യുക, ട്രാവലിങ് അതും ടൈമൊക്കെ വെച്ചിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. പിന്നെ ഈ ഒരു നാഷണൽ റെയിലാണോ ഓവർ ഗ്രൗണ്ട് ട്രെയിനാണോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആ ഒരു ചാർജ് ഈടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയാണ് ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പറയാനുള്ളത് കാർഡുകളുടെയും കാര്യങ്ങളുടെയൊക്കെ കാര്യം. അതായത് ഇവിടെ കുറേ നമ്മളിപ്പോൾ ബാങ്ക് കാർഡായിട്ടാണ് നാട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ബാങ്ക് കാർഡ് ഒരെണ്ണം എടുത്തിട്ട് വരണം. അതായത് യൂണിമണിയുടെയൊക്കെ കുറേ നമ്മൾ ക്രെഡിറ്റ് കാർഡ്സും പിന്നെ ട്രാവൽ കാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. ആ ഒരു കാർഡായിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ അത് യൂസ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യുക. അത് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്താലും സെയിം പ്രൈസ് തന്നെയാണ് ആവുക. അതായത് 1.75 ബസ്സിനും പിന്നെ മറ്റേ ട്രെയിനായാലും നോർമൽ പ്രൈസ് തന്നെയാണ് ആവുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വരുമ്പോൾ വോയിസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞിട്ട്. വോയിസ്റ്റർ കാർഡിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വോയിസ്റ്റർ കാർഡ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പൗണ്ടിന് വാങ്ങാൻ പറ്റും. അതായത് നാട്ടിൽ നിന്ന് ഇപ്പോൾ ബാങ്ക് കാർഡൊന്നും എടുത്തിട്ട് വരാത്തവർ അർജൻറ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് എടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഈ സ്റ്റുഡൻസ് എടുക്കുമ്പോൾ ഈ ഒരു കാർഡ് എടുക്കാൻ ഞാൻ പറയില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്റ്റുഡൻസ് എടുക്കുമ്പോൾ ഇതേപോലെ ഫോട്ടോ വോയിസ്റ്റർ ഉണ്ട്. സ്റ്റുഡൻസിന് 1 ഇയറിലേക്ക് ട്രാവൽ ചാർജിലൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 25% ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ ഈ കാർഡ് എടുക്കാൻ 6 പൗണ്ടാണ്, ഈ കാർഡ് എടുക്കാനായിട്ട് 20 പൗണ്ട്സാണ്. ഇത് യൂണിവേഴ്സിറ്റിയിൽ വഴിയാണ് നമ്മൾ എടുക്കേണ്ടത്. യൂണിവേഴ്സിറ്റി അപ്രൂവലൊക്കെ കിട്ടണം. ഇതിനെ ഫോട്ടോ വോയിസ്റ്റർ എന്നാണ് പറയുന്നത്, ഇത് നോർമൽ വോയിസ്റ്റർ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ബാങ്ക് കാർഡും ഈ ഒരു കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാർഡ്സൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ ബാങ്ക് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു കാർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് 1 വീക്കിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാർഡ്സിൻ്റെയൊക്കെ ഗുണങ്ങൾ അതാണ്. നമ്മുടെ ബാങ്ക് കാർഡിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു 1 വീക്കിലേക്ക് ഒരു 1 വീക്കിൽ നമ്മൾ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചാർജ് ചെയ്തിട്ടാൽ നമുക്ക് ആ ഒരു എമൗണ്ടിൽ ലാഭിക്കാം. അതായത് ഇപ്പോൾ ഒരു ഡേ നമുക്ക് ട്രാവൽ ചെയ്യാൻ 1.75 അല്ലെങ്കിൽ 3.50 ആണ് ഒരു ഡേ ആവുന്നതെന്ന് വെച്ചാൽ ആ ഒരു 1 വീക്ക് ഫുള്ള് ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡിൽ 17-21 ആ ഒരു എമൗണ്ടിന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് എത്ര ഇത് ചെയ്താൽ പോലും ആ ഒരു 21 പൗണ്ടിക്കുള്ളിൽ പോവില്ല. അതായത് നേരത്തെ 21 പൗണ്ടിന് നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് മൊബൈലൊക്കെ റീചാർജ് ചെയ്ത് ഓഫർ ചെയ്യില്ലേ, മൊബൈൽസിലൊക്കെ നമ്മൾ ഓഫർ ചെയ്യുമല്ലോ. നമ്മൾ ഈ അതായത് SMS ഓഫറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പണ്ടൊക്കെ. ഈ 1 രൂപയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അൺലിമിറ്റഡ് 100 മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് പറഞ്ഞാൽ അറൗണ്ട് 21 പൗണ്ട്സിന് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വീക്ക്
അൺലിമിറ്റഡ് ആയിട്ട് ബസ് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രെയിനിൽ ട്രാവൽ ചെയ്യാനായിട്ടാണെങ്കിലും അതേപോലെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും, ഇതിലും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബാങ്ക് കാർഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ രണ്ടിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ വോയിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോർമൽ വോയിസ്റ്ററിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ആ ഒരു 1 വീക്കിലേക്കുള്ള ചെയ്യാൻ പറ്റും. ഇതിൽ 21 പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 17 പൗണ്ടിന് ആ ഒരു സെയിം 1 വീക്കിലേക്കുള്ള ബസ് ചാർജ് ചെയ്യാൻ പറ്റും. ട്രെയിനും ബസ്സും കൂടി ചെയ്യാനൊക്കെ ആയിട്ട് അറൗണ്ട് 110 പൗണ്ട് എങ്ങാണ്ടാണ്, ആ ഒരു റേഞ്ചാണ്. ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല. എന്തൊക്കെയായാലും നമ്മൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലാഭം തന്നെയായിരിക്കും. നല്ല രീതിയിൽ ട്രാവൽ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ, ഇല്ല നോർമലായിട്ട് യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഈ 6 പൗണ്ടിന് ഇതെടുത്താൽ മതി. ഇതിന് 20 പൗണ്ട് ഉണ്ട്, അതും മറക്കണ്ട. അപ്പോൾ എൻ്റെ ഈ കാർഡ് 2 പ്രാവശ്യം ലോസ്റ്റ് ആയതാണ്. അപ്പോൾ വീണ്ടും ഞാൻ 20 പൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങേണ്ടി വന്നാൽ നഷ്ടം തന്നെയാണ്. അപ്പോൾ ശരിക്കും ഇത് യൂസ് ചെയ്യണത് തന്നെയാണ് നല്ലത്. എന്തായാലും ആ ഒരു സ്റ്റുഡൻറ്റ് പീരീഡ് വരെയാണ് നമുക്കിത് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിനേക്കാൾ ഒരു 25% കുറവിൽ നമുക്ക് വീക്കിലി പാസ് ഒക്കെ എടുക്കാൻ പറ്റും. ആകെ ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രാവലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ ഉള്ളൂ. കൂടുതൽ തല പോകേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കാർഡ്സിൻ്റെ കാര്യം കൂടി പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഈ കാർഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം. കാരണം ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ വോയിസ്റ്റർ സ്റ്റുഡൻസിന്, ഓൺലി ഫോർ സ്റ്റുഡൻസ് ആണ്, അതിന് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.